ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 2013 പുറത്തിറങ്ങിയ റിട്ടേൺ ടു ദ നിംസ് ഐലൻഡ് എന്ന ഒരു ഫാമിലി അഡ്വഞ്ചർ മൂവിയെ കുറിച്ചാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ആ മൂവിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ടിൽ നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പെൺകുട്ടി ഇപ്പോൾ കടലിനടിയിലേക്ക് വന്ന് ചില പാർട്ടികൾ ശേഖരിക്കുവാണ്. ഈ പെൺകുട്ടി മറ്റാരുമല്ല, ഫസ്റ്റ് പാർട്ടിലുള്ള നിം തന്നെയാണ്. 3 വർഷം കൊണ്ട് അവൾ ഒരുപാടങ്ങ് വളർന്നു. ഈ നിം തന്നെയാണ് നമ്മുടെ സിനിമയിലെ നായികയും. അങ്ങനെ അവൾ എല്ലാം ശേഖരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സെൽക്കി അങ്ങോട്ടേക്ക് എത്തി. സെൽക്കിയുടെ പുറത്തു കയറിയിരുന്നതും പെട്ടെന്ന് തന്നെ സെൽക്കി അവളെ കരയിലേക്ക് എത്തിച്ചു. നായിക അവളുടെ അച്ഛന് വേണ്ടി എന്നും ഇതുപോലെ ഒരുപാട് പാർട്ടികൾ ശേഖരിക്കാറുണ്ട്. അതെല്ലാം അവൾ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൾ കടലിൽ നിന്ന് എടുത്തതും അതിന്റെ കൂടെ വെക്കാമെന്ന് കരുതി അവൾ അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴാണ് പെട്ടെന്നൊരു തത്ത അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്. ഈ തത്ത മറ്റാരുമില്ല, നായികയുടെ ഫ്രണ്ടായിരുന്നു. അർബി വേണ്ട, അതെടുക്കരുത് എന്നൊക്കെ നായിക പറഞ്ഞിട്ടും അർബി അതിൽ നിന്നൊരു ടെസ്റ്റ് ട്യൂബും എടുത്ത് അവിടുന്ന് പറന്നുപോയി. നീ എവിടെ പോയാലും ശരി, ഞാൻ നിന്നെ പിടിക്കുമെന്നും പറഞ്ഞ് നായിക അർബിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ വലിയൊരു ചെളിക്കുഴിയുണ്ട്. എന്നാൽ അതിൽ വീഴാതെ നടന്നു പോകാനായി അവൾ ആ ചെളിക്കുഴിയുടെ മുകളിൽ വലിയ കല്ല് വെച്ചിട്ടുണ്ട്. അവൾ ആ കല്ലിൽ കൂടി ചാടിപ്പോയി പിന്നെ ഒരു കയറിൽ തൂങ്ങി നേരെ അവളുടെ വീട്ടിലെത്തി. എന്നാൽ അവൾ അവിടെ എത്തിയതും കറക്റ്റ് ടൈമിൽ തന്നെ അർബിയും അങ്ങോട്ടേക്ക് എത്തി. നായിക ഓടിച്ചെന്ന് ആ ട്യൂബ് അർബിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. എന്നിട്ട് അവൾ നേരെ അതുകൊണ്ട് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി. സെക്കൻഡ് പാർട്ടിൽ അവളുടെ അച്ഛനായി വന്നേക്കുന്നത് പുതിയൊരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ അവൾ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, അർബിയുടെ ശല്യം സഹിക്കാൻ വയ്യ, എന്ത് കിട്ടിയാലും അപ്പോൾ തന്നെ അത് എടുത്തോണ്ട് പോകും. എനിക്ക് തോന്നുന്നു അതൊക്കെ വെച്ച് എന്തോ കൂട് കെട്ടാൻ പോകുവാണെന്ന്. അതുകൊണ്ട് നമുക്ക് ആ മലയിലേക്കൊന്ന് പോയി നോക്കിയാലോ? അത് കേട്ടതും ജാക്ക് പറഞ്ഞു, വേണ്ട, ഒരു കാരണവശാലും നീ ആ മലയിലേക്ക് പോകാൻ പാടില്ല. എന്താ അച്ഛാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? ആ മലയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ജീവികളുണ്ട്. അതിലേക്ക് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഒരു കണ്ണാടി വെച്ചൊരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഇവിടെ റിസർച്ച് ഒക്കെ നടത്തുന്നതിൽ ജാക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫിലിപ്പാണ്. അങ്ങനെ 3 പേരും കൂടി നേരെ ലാബിലേക്ക് പോയി. എന്നിട്ട് അവർക്ക് ഇന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് റിസർച്ച് നടത്താൻ തുടങ്ങി. അന്ന് രാത്രിയായതും നായികയ്ക്ക് അവളുടെ മുത്തശ്ശന്റെ അടുത്ത് നിന്നും ഒരു വോയിസ് മെസ്സേജ് വന്നു. ഫസ്റ്റ് പാർട്ടിൽ ഒരു കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, ആ കപ്പലിലെ ക്യാപ്റ്റൻ ടൂറിസ്റ്റിനായി ഈ ഐലൻഡിൽ ഒരു റിസോർട്ട് കെട്ടാനായി പോകുവാണ്. അതിനയാൾ ഗവൺമെന്റിനോട് പെർമിഷൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ആ പെർമിഷൻ അപ്രൂവ് ചെയ്തു. അതുകൊണ്ട് അടുത്ത വീക്ക് മുതൽ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി അവര് വരും. അതുകൊണ്ട് നിങ്ങൾക്കിനി ആ ഐലൻഡിൽ താമസിക്കാൻ കഴിയില്ല. ഇതായിരുന്നു അവളുടെ മുത്തശ്ശന്റെ മെസ്സേജ് കേട്ട് അവളാകെ ടെൻഷനായി നിൽക്കുവാണ്. അത് കണ്ടതും അവളുടെ അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ പോയി പ്രസിഡന്റുമായി സംസാരിക്കാം. എന്നിട്ട് എങ്ങനെയും ഞാൻ അവർക്ക് കൊടുത്ത ആ പെർമിഷൻ റദ്ദ് ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ ദ്വീപാണ്, മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നീട് കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. അവൻ ക്യാമറ ഓണാക്കി വെച്ച് എന്തോ ഒരു കാര്യം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ പയ്യൻ മറ്റാരുമല്ല, ഫസ്റ്റ് പാർട്ടിൽ വന്ന എഡ്ഡി എന്ന് പറയുന്ന ആ പയ്യനായിരുന്നത്. ഇവനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. നായകന്റെ അച്ഛനും അമ്മയും വീട്ടിൽ എപ്പോഴും വഴക്കായതുകൊണ്ട് അവന് ആ വീട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. കഴിഞ്ഞ 3 വർഷമായി എന്തോ ഒരു ട്രിപ്പ് പോകാനായി അവൻ ക്യാഷ് സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ക്യാഷും അവന്റെ കയ്യിലുള്ള ക്യാമറയും എടുത്ത് അവൻ ആ വീട് വിട്ടിറങ്ങി. ഇതേ സമയം നായിക ഇവിടെ അവളുടെ ദ്വീപ് രക്ഷിക്കാനായി എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കുവാണ്. അപ്പോഴാണ് സെൽക്കി അവിടെ ഇരുന്നൊരു മാഗസീൻ എടുത്ത് നായികയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് കണ്ടതും അവൾക്കൊരു ഐഡിയ തോന്നി. അതായത് അവൾ ഇരിക്കുന്ന ഈ ഒരു ഐലൻഡിൽ വംശനാശം വരാറായ ഒരുപാട് ജീവികളുണ്ട്. അത് മാത്രവുമല്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പുതിയ തരം ജീവികളും ഈ ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ വംശനാശം വരാറായ ജീവികൾ ഈ ഐലൻഡിൽ ഉണ്ടെന്ന് ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിസോർട്ട് കെട്ടാനുള്ള പെർമിഷൻ ഗവൺമെന്റ് റദ്ദ് ചെയ്യും. ഈ കാര്യം അവൾ ഓടിച്ചെന്ന് ജാക്കിനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ടതും ജാക്ക് പറഞ്ഞു, ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രസിഡന്റിനോട് സംസാരിക്കാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ആദ്യം പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. എന്നാൽ അത് കേട്ടതും നായിക പറഞ്ഞു, അച്ഛൻ സംസാരിച്ചോ, പക്ഷേ എന്തിനും ഒരു ബാക്കപ്പ് പ്ലാൻ ഉള്ളത് നല്ലതല്ലേ. അച്ഛൻ എന്തായാലും പോയി പ്രസിഡന്റിനെ കാണ്. ഇവിടെ ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അത് കേട്ടതും ജാക്ക് പറഞ്ഞു, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷെ ഒരു കാരണവശാലും നീ ആ മലയിലേക്ക് പോകാൻ പാടില്ല. അത്രയും പറഞ്ഞ് ബോട്ടും എടുത്ത് ജാക്ക് പ്രസിഡന്റിനെ കാണാനായി പോയി. ഇതേ സമയം നായകനിവിടെ നേരെ ഒരു ഹാർബറിലെത്തി ഒരു മീൻ പിടിക്കുന്ന ടീമിന് കാശ് കൊടുത്തിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പ് എടുത്ത് കാണിച്ചു കൊടുത്തു. സത്യത്തിൽ അവന്റെ പ്ലാൻ അവൻ 3 വർഷങ്ങൾക്ക് മുമ്പ് പോയ നായികയുടെ ആ ഐലൻഡിൽ പോകാനായിരുന്നു. എന്നാൽ ആ മാപ്പിലെ ലൊക്കേഷൻ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, നീ പറഞ്ഞ ഈ ലൊക്കേഷനിൽ ഒന്നുമില്ല. അത് കടന്ന നായകൻ പറഞ്ഞു, ഏയ് അല്ല, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അഥവാ അവിടെ ഒന്നുമില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്നെ അവിടെ എത്തിക്കണം. ശരി, കാശ് തന്നാൽ ഞങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇയാൾ തന്നെയായിരുന്നു ആ കപ്പലിന്റെ ക്യാപ്റ്റനും. അയാളുടെ കൂടെ അയാളുടെ 2 മക്കളും ആ കപ്പലിലുണ്ടായിരുന്നു. അങ്ങനെ നായകൻ ആ കപ്പലിൽ കയറി യാത്ര തുടങ്ങി. എന്നാൽ അന്ന് രാത്രിയായതും എല്ലാവരും ഉറങ്ങിയ സമയം നോക്കി ആ കപ്പലിലുണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് മോഷ്ടിച്ച് നായകൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ സമയം ഏകദേശം രാവിലെ ആകാറായതും നായകൻ ആ ഐലൻഡിലെത്തി. അവന്റെ കയ്യിലുണ്ടായിരുന്ന
ക്യാമറ ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാം അവൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇതേ സമയം നായിക ഇവിടെ അവളുടെ അച്ഛന്റെ ഒരു പഴയ ക്യാമറയും എടുത്ത് നേരെ കാട്ടിലേക്ക് നടന്നു പോകുവാണ്. അതേ വഴിയിലൂടെ തന്നെയാണ് നായകനും നടന്നു വന്നത്. രണ്ടുപേരും പരസ്പരം കാണാതെ കൂട്ടിയിടിച്ച് താഴെ വീണു. ഉടനെ തന്നെ നായിക ചാടി എഴുന്നേറ്റ് അവനോട് ചോദിച്ചു, ആരാ നീ എങ്ങനെ ഇവിടെ വന്നത്? സത്യം പറ, നിന്റെ കൂടെ ഇനി എത്ര പേർ വന്നിട്ടുണ്ട്? ഇല്ല എന്റെ കൂടെ ആരും വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. സത്യം പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ രണ്ടുപേരും ചെറുതായി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടത് നായികന്ന് ഷോക്കായി. അവനായിരുന്നോ നീ? 3 വർഷം കൊണ്ട് നിന്റെ തടിയൊക്കെ കുറഞ്ഞ് നീ അങ്ങ് ലുക്കായല്ലോ. അപ്പോഴാണ് അവന്റെ കയ്യിലിരിക്കുന്ന ക്യാമറ അവൾ കാണുന്നത്. എന്തായാലും എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടേക്ക് ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് തിരിച്ചു പോകണം. അത്രയും പറഞ്ഞ് അവന്റെ ബോട്ട് അവൾ കടലിലേക്ക് ഇറക്കിയിട്ടിട്ട് അവിടുന്ന് നടന്നുപോയി. എന്നാൽ നായകൻ പതിയെ ചെന്ന് അവന്റെ ബോട്ടിന്റെ കാറ്റം കഴിച്ചു വിട്ടു. ദേ നോക്കി, എന്റെ ബോട്ടിലെ കാറ്റെല്ലാം പോയി. ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകാനാ? വല്ല കപ്പലും ഇതുവഴി വന്നാൽ അതിൽ കയറി ഞാൻ തിരിച്ചു പോയിക്കോളാം. അതുവരെ ഞാൻ ഇവിടെ നിന്നോട്ടെ. ഇതേ സമയം പ്രസിഡന്റിനെ കാണാനായി ജാക്ക് സിറ്റിയിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് നായക ജാക്കിനെ കോൾ ചെയ്ത് നായകനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് കേട്ടത് ജാക്ക് പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും ശരി, അവനെ വിശ്വസിക്കാൻ സമയമായിട്ടില്ല. അവൻ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നെന്ന് നീ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് എങ്ങനെങ്കിലും അവനെ ഇവിടുന്ന് പറഞ്ഞുവിടാം. അത്രയും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. അന്ന് രാത്രിയായതും നായകൻ ഒരു ഗ്രൂപ്പ് കപ്പലിൽ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ, അവരെ കാണിക്കുവാണ്. എന്നാൽ നായകൻ വിചാരിച്ചതുപോലെ അവർ മീൻപിടുത്തക്കാരൊന്നുമല്ല, കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു ടീമായിരുന്നു അവർ. ആ പയ്യൻ എങ്ങോട്ടാ പോയെന്ന് യാതൊരു ഐഡിയയുമില്ല. പക്ഷേ അവൻ ലൊക്കേഷൻ കാണിച്ചവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ പിടിക്കാം. എന്നാൽ ഇതേ സമയം ഇവിടെ നായകനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് അവിടെ അലക്സ് ഓവറിന്റെ ബുക്ക് ഇരിക്കുന്നത് അവൻ കാണുന്നത്. നീ അലക്സ് ഓവറിന്റെ വലിയ ഫാനാണല്ലേ? നിനക്കറിയാമോ, ഈ അലക്സ് ഓവറിന്റെ കഥ എഴുതിയ ആ റൈറ്റർ എന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, നീ ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട. അലക്സ് ഓവർ കഥ എഴുതിയ ആ റൈറ്ററിന്റെ പേര് അലക്സാണ്ടർ ഓവർ എന്നാണ്. അവരവരുടെ അടുത്ത കഥ എഴുതാനായി ഇതേ ഐലൻഡിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവളത് പറഞ്ഞത് കേട്ടതും നായകൻ ആകെ നാണം കെട്ടുപോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും നായകൻ വന്ന് നായികയോട് ചോദിച്ചു, നീ എന്തിനാ ഈ റയർ സ്പീഷീസിന്റെയൊക്കെ റിസർച്ച് നടത്തുന്നത്? ഞാൻ ഇതിന്റെയൊക്കെ റിസർച്ച് നടത്തുന്നത് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ഇന്നലെ രാത്രി നീ ഉറങ്ങിയതിനു ശേഷം നിന്റെ ടേബിളിൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ള ഈ ക്യാമറ ഉപയോഗിച്ച് അതിന്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനേ പറ്റൂ. പക്ഷേ എന്റെ കയ്യിലുള്ള വീഡിയോ റെക്കോർഡർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ജീവികൾ നടക്കുന്നതും പറക്കുന്നതും ഒക്കെ ഈസി ആയിട്ട് വീഡിയോ എടുക്കാം. എങ്കിൽ ശരി, നമുക്ക് നേരെ കാട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് നായിക അവനെ ഇവിടുന്ന് വിളിച്ചോണ്ടുപോയി. എന്നാൽ ഇതേ സമയം ഫിലിപ്പ് കാട്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് വെള്ള കളറിലുള്ള ഒരു പെരുമ്പാമ്പിനെ അവൻ കാണുന്നത്. അതിനെ കണ്ടവൻ പേടിച്ചോടുന്ന വഴിക്ക് ഒരു മരത്തിലിടിച്ച് അവന്റെ കണ്ണാടി പൊട്ടിപ്പോയി. ഇതേ സമയം ഇവിടെ നായകനും നായികയും കൂടി ഏതോ ഒരു സ്പീഷീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആ സ്പീഷീസ് ഒന്നും ഇതുവഴിയാ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ അത് ഉറപ്പായും വരും. ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് പുഴുക്കളെ എടുത്ത് അവിടെ കൊണ്ടിട്, അതിനെ തിന്നാനായി ഉറപ്പായും അത് വരുമെന്നും പറഞ്ഞ് നായകന്റെ കയ്യിൽ അവൾ കുറച്ച് പുഴുക്കളെ കൊടുത്തുവിട്ടു. നായകൻ ഓടിപ്പോയി ആ പുഴുക്കളെ അവിടെ ഇട്ടിട്ട് വീണ്ടും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ കുറച്ചു നേരത്തെ അവരുടെ കാത്തിരിപ്പിന് ശേഷം നായിക തേടി വന്ന ആ സ്പീഷീസ് അങ്ങോട്ടേക്ക് എത്തി. എടാ വേഗം അതിന്റെ വീഡിയോ എടുക്കുന്നത് നായകനോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് നായകന് കാലിൽ ഒരു പുഴു വന്നിരിക്കുന്നത്. അതിനെ കണ്ടവൻ ഉറക്കം നിലവിളിച്ചതും പെട്ടെന്ന് ആ ജീവി അവിടെ ഓടിപ്പോയി. നിനക്കെന്താടാ ഭ്രാന്താണോ? ഇത്രയും നല്ലൊരു ചാൻസ് ഇനി കിട്ടില്ലായിരുന്നു. ഒരു പുഴുവിനെ ഇങ്ങനെ പേടിക്കാൻ നാണമില്ലേ നിനക്ക്? അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടുന്ന് നടന്നുപോയി. ഇത് കണ്ട നായകൻ സോറിയും പറഞ്ഞ് അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കാല് തെറ്റി വലിയൊരു വെള്ളച്ചാട്ടത്തിലൂടെ അവൻ നേരെ താഴേക്ക് വീഴുന്നത്. അത് കണ്ട നായിക ഓടി തിരിച്ചു വന്ന് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ നീന്തി കരയിലേക്ക് എത്തിയപ്പോഴിതാ അവിടെ വലിയൊരു ഗുഹ. എന്നാൽ ആ ഗുഹ നിറയെ വെളിച്ചമായിരുന്നു. ഇതെല്ലാം എന്താണെന്ന് നായകൻ ചോദിച്ചതും നായിക മറുപടി പറഞ്ഞു, ഇതെല്ലാം മിന്നാമിനിങ് ആണെന്ന്. നായകൻ അവന്റെ ക്യാമറ എടുത്ത് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ നിറയെ വവ്വാലുകളെ കാണുന്നത്. ഉടനെ തന്നെ അവൻ നായികയെ വിളിച്ച് അതിനെ കാണിച്ചു കൊടുത്തു. ഈ വവ്വാലൊക്കെ വംശനാശം വന്നു പോയെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോഴും ഇതെല്ലാം ജീവനോടെ ഉണ്ടല്ലേ? അത് കേട്ട നായകൻ അവന്റെ ക്യാമറ ഉപയോഗിച്ച് അതിന്റെ എല്ലാം വീഡിയോ എടുത്തു വെച്ചു. അങ്ങനെ രണ്ടുപേരും ആ ഗുഹയുടെ പുറത്തേക്ക് വന്നു. എന്തായാലും ആ റയർ സ്പീഷീസ് ആയ വവ്വാലിനെ കണ്ടതുകൊണ്ട് നായിക ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവൾ അവനെയും കൂട്ടി ഒരു വലിയ മരത്തിനടുത്തേക്ക് വന്നു. ദേ, ഈ മരത്തിന് മുകളിൽ ഒരു തരം റയർ സ്പീഷീസ് ഉണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നീ ഇതിന്റെ മുകളിൽ കയറി അതിന്റെയൊക്കെ വീഡിയോ എടുക്ക്. ഞാൻ മരത്തിന് മുകളിൽ കയറാനോ? എനിക്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ നല്ല പേടിയാണ്. എങ്കിൽ നീ കയറണ്ട, നീ ആ ക്യാമറയും എടുക്ക്, ഞാൻ കയറിക്കൊള്ളാമെന്നും പറഞ്ഞ് നായിക അവന്റെ ക്യാമറയും വാങ്ങി നേരെ ആ മരത്തിന് മുകളിലേക്ക് കയറി. പെട്ടെന്നാണ് കാട്ടിലൂടെ ആരും നടന്നു വരുന്ന സൗണ്ട് അവൾ കേൾക്കുന്നത്. അത് മറ്റാരുമല്ല, നായകൻ നേരത്തെ ഒരു
കപ്പലിൽ വന്നില്ലേ, ആ കപ്പലിലെ ക്യാപ്റ്റനും അയാളുടെ മക്കളുമായിരുന്നു. അവരുടെ കയ്യിലൊരു കൂടും ആ കൂട്ടിനകത്ത് ഒരു തത്തയും അവർ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പതിയെ അടുത്തേക്ക് നടന്നു വന്നപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലായത് ആ കൂട്ടിനകത്തുള്ളത് അവളുടെ ഫ്രണ്ടായ ആർബി ആണെന്ന്. അപ്പോഴാണ് ക്യാപ്റ്റൻ പറയുന്നത്, ഈ ചെറിയൊരു തത്തയെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല, അതുകൊണ്ട് അതിനെ തുറന്നു വിട്ടേക്ക്. അത് കേട്ടതും അവർ ആർബിയെ തുറന്നു വിട്ടു. എന്നിട്ട് അവര് പിന്നെയും സംസാരിച്ച് നടന്നു പോകുവാണ്. സത്യം പറഞ്ഞാൽ ആ എഡ്ഡി എന്ന് പറയുന്ന പയ്യൻ വിചാരിച്ചത് കൊണ്ടാ നമ്മൾ ഈ കാട്ടിലെത്തിയതും നമുക്ക് ഇത്രയും ജീവികളെ പിടിക്കാൻ പറ്റിയതും. എന്നാൽ ഇത് കേട്ട നായിക വിചാരിച്ചത് ഇവർ 3 പേരും നായകന്റെ ആളാണെന്നാ. അവർ പോയി കഴിഞ്ഞതും അവൾ മരത്തിൽ നിന്ന് താഴേക്കിറങ്ങി നായകനോട് വന്ന് പറഞ്ഞു, നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഐലൻഡ് വിട്ട് നീ പോകണം. നീ മാത്രമല്ല നിന്റെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. നിന്നെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അത് കേട്ടത് നായകൻ പറഞ്ഞു, സത്യമായിട്ടും അവർക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല, അവര് എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും നായിക അതൊന്നും കേൾക്കാനേ തയ്യാറായില്ല. ഇതേ സമയം ഇവിടെ ജാക്ക് പ്രസിഡന്റിന്റെ അടുത്ത് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും ഇത് വെച്ച് ഒരുപാട് മെഡിസിൻ കണ്ടുപിടിക്കാന്നൊക്കെ അവൻ പ്രസിഡന്റിനോട് പറഞ്ഞു. കറക്റ്റ് സമയത്താണ് നായികയുടെ കോള് വരുന്നത്. എന്നാൽ മീറ്റിംഗിന് ഇരുന്നത് കൊണ്ട് ജാക്കിന് ആ കോള് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് അവൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എന്നിട്ട് അവള് നേരെ ചെന്ന് സെൽക്കിയോട് പറഞ്ഞു, അവർ ഒരുപാട് മൃഗങ്ങളെ പിടിച്ചെന്നല്ലേ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് പോയി നമുക്ക് എല്ലാത്തിനും രക്ഷപ്പെടുത്തണം. ഇതേ സമയം ഫിലിപ്പ് കാട്ടിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്യാപ്റ്റൻ വെച്ചിരുന്ന വലയിൽ അവൻ കുടുങ്ങുന്നത്. ഏതോ ഒരു വലിയ മൃഗം കുടുങ്ങിയെന്നും പറഞ്ഞ് ക്യാപ്റ്റന്റെ മക്കൾ അങ്ങോട്ടേക്ക് ഓടിയൊന്ന് നോക്കിയപ്പോഴാ ഫിലിപ്പ് വലയിൽ കുടുങ്ങി കിടക്കുന്നു. ഇവനായിരുന്നു, ഞാൻ വിചാരിച്ചു ഏതോ വലിയ മൃഗം കുടുങ്ങിയെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ആ വലയിൽ തന്നെ ഇട്ടിട്ട് അവനവിടുന്ന് പോയി. ഇതേ സമയം നായിക അവളുടെ അച്ഛന്റെ ലാബിൽ നിന്നും ഒരു ട്യൂബ് എടുത്തോണ്ട് വന്നു. ആ ട്യൂബിനുള്ളിൽ ഒരേ ഒരു റാണി തേനീച്ച ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അർബി അങ്ങോട്ടേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള ആ ട്യൂബ് എടുത്തോണ്ട് അവിടുന്ന് പറന്നു പോകുന്നത്. അത് കണ്ട് നായികയ്ക്ക് ആകെ ടെൻഷനായി. അർബി, ഇത് കളിക്കാനുള്ള ടൈമല്ല, നീ അതങ്ങ് തിരിച്ചു തായെന്നും പറഞ്ഞ് നായിക അർബിയെ ഫോളോ ചെയ്തു പോയി. ഇതേ സമയം ഇവിടെ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ മക്കളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർബി അങ്ങോട്ടേക്ക് വന്ന് ആ ട്യൂബ് ഒരു കല്ലിലെറിഞ്ഞ് പൊട്ടിക്കുന്നത്. ട്യൂബ് പൊട്ടിയത് കൊണ്ട് തന്നെ അതിനകത്തുണ്ടായിരുന്ന റാണി തേനീച്ച പുറത്തു വന്നു. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. നീ ആള് കൊള്ളാമല്ലോ, ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നീ എന്റെ പ്ലാൻ മനസ്സിലാക്കിയല്ലേ. പെട്ടെന്നാണ് ആ റാണി തേനീച്ചയെ തേടി മറ്റുള്ള തേനീച്ചകൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ആ തേനീച്ചകളെല്ലാം കൂടി 3 പേരെയും ഓടിച്ചിട്ട് കുത്താൻ തുടങ്ങി. ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ഒരു മകനും കൂടി നേരെ കടലിലെ വെള്ളത്തിലിറങ്ങി രക്ഷപ്പെട്ടു. എന്നാൽ ക്യാപ്റ്റന്റെ ഒരു മകന് മാത്രം രക്ഷപ്പെടാൻ പറ്റിയില്ല. അവനെ തേനീച്ചകളെല്ലാം കൂടി കൂട്ടം കൂടി ആക്രമിക്കാൻ തുടങ്ങി. ഈ ഒരു സമയം നോക്കി നായിക നേരെ പോയി അവർ കൂട്ടിലടച്ചു വെച്ചിരുന്ന എല്ലാ ജീവികളെയും തുറന്നുവിടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവർ കൂട് കെട്ടിവെച്ചിരുന്ന ആ ഒരു കയർ അവൾ എന്തൊക്കെ ചെയ്തിട്ടും അത് പൊട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതേ സമയം ഇവിടെ തേനീച്ചകളെല്ലാം പോയതും ക്യാപ്റ്റന്റെ മക്കളും കൂടി തിരിച്ച് ടെന്റിലേക്ക് നടന്നു വരുവാണ്. ഇത് കണ്ട സെൽക്കി അവരുടെ മുന്നിലേക്ക് വന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുവാണ്. എന്നാൽ സെൽക്കി ചെയ്യുന്നതൊക്കെ കണ്ടതും ക്യാപ്റ്റന് ഒരുപാട് സന്തോഷമായി. ഈ സാധനം കൊള്ളാമല്ലോ, ഇതിനെ പിടിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും സൂയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണം കിട്ടും, അതുകൊണ്ട് പോയി അതിനെ പിടിച്ചുകൊണ്ടുപോവാ. എന്നാൽ അവർ പറയുന്നത് കേട്ടതും സെൽക്കി കടലിൽ ചാടി രക്ഷപ്പെട്ടു. എന്നാൽ ഇതേ സമയം ഇവിടെ നായിക എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് ആ കയറ് പൊട്ടിക്കാൻ പറ്റിയില്ല. വീട്ടിൽ പോയി വലിയൊരു കത്തി എടുത്തോണ്ട് വരാമെന്ന് കരുതി അവൾ നേരെ വീട്ടിലേക്ക് ഓടി. എന്നാൽ അവൾ വീട്ടിലെത്തിയതും അവിടെ സെൽക്കി ഉണ്ടായിരുന്നു. സെൽക്കി മാത്രമല്ല, ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ മക്കളും അവിടെ എത്തിയിരുന്നു. നിങ്ങളുടെ ടീമിൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെയെന്ന് നായിക ക്യാപ്റ്റനോട് ചോദിച്ചു. നീ ആരുടെ കാര്യമായി ഈ പറയുന്നത്? ആ എഡ്ഡി എന്ന് പറയുന്ന പയ്യനെയാണോ നീ ഉദ്ദേശിച്ചത്? അവൻ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, അവൻ ഞങ്ങളുടെ ബോട്ടിൽ ലിഫ്റ്റ് അടിച്ച് വന്നതാ. അത് കേട്ടത് നായികയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവൾ ആ ക്യാപ്റ്റനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ കത്തി കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി. എന്തായാലും നിന്റെ ഫ്രണ്ടിന് നീ നല്ലൊരു ട്രെയിനിങ് ഞാൻ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ കൊണ്ടുപോകുക. നീ വീണ്ടും ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ ഉറപ്പായും ഇതിനെ ഞങ്ങൾ കൊന്നുകളയും. അത്രയും പറഞ്ഞ് അയാൾ സെൽക്കിയും കൊണ്ട് അവിടുന്ന് പോയി. ഇതേ സമയം അവിടെ ജാക്ക് പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. നിങ്ങളുടെ വെറും ഒരു റിസർച്ചിന് വേണ്ടി മാത്രം ഈ പ്രോജക്റ്റ് നിർത്തിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് അവനോട് പറഞ്ഞു. അത് കേട്ടതും ജാക്ക് പറഞ്ഞു, ഒരുപക്ഷെ ഞങ്ങളുടെ ദ്വീപിൽ റയറായിട്ടുള്ള എന്തെങ്കിലും സ്പീഷ്യസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഓർഡർ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? അതെ, അങ്ങനെ ഒരു റൂളുണ്ട്. നീ പോയി റയറായിട്ടുള്ള എന്തെങ്കിലും സ്പീഷ്യസ് അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഞങ്ങൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നായിക അയച്ച വോയിസ് മെസ്സേജ് അയാൾ കേൾക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായതും പെട്ടെന്ന് തന്നെ വീണ്ടും ഐലൻഡിലേക്ക് എത്താൻ അയാൾ യാത്ര തുടങ്ങി. ഇതേ സമയം ഫിലിപ്പ് ഇപ്പോഴും ആ വലയിൽ കുടുങ്ങി കിടക്കുവാണ്. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. അവന്റെ ഗ്ലാസ് ഊരിയെടുത്തവൻ അതിലെ ലെൻസിൽ സൂര്യപ്രകാശം അടുപ്പിച്ച് ആ ഹീറ്റ് ഉപയോഗിച്ച് വല കട്ട് ചെയ്യാനായി ശ്രമിക്കുവാണ്. ഇതേ സമയം നായിക വീട്ടിൽ സെൽക്കിയെ അവർ പിടിച്ചോണ്ട് പോയതോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നായകൻ വരുന്നത്. എന്തുപറ്റി, നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? അവരെന്റെ സെൽക്കിയെ പിടിച്ചോണ്ടുപോയി. എന്റെ അമ്മ മരിച്ചുപോയതിനു ശേഷം സെൽക്കിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്.
എന്നിട്ടും എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. അത് കേട്ടത് നായകൻ പറഞ്ഞു, സെൽക്കിയെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഇനി സമയമുണ്ട്, ബാ പോയി നമുക്ക് സെൽക്കിയെ രക്ഷപ്പെടുത്താം. സമയം ഒരുപാട് വൈകിപ്പോയി, അവരിപ്പോൾ ഈ ഐലൻഡ് വിട്ട് പോയി കാണും. പെട്ടെന്നാണ് ആർബി അങ്ങോട്ടേക്ക് പറന്നു വന്ന് അവരുടെ കയ്യിൽ ഒരു കീ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നായകനെ കീ കയ്യിലെടുത്ത് നോക്കിയതും അവന് മനസ്സിലായി ഇത് അവരുടെ ബോട്ടിന്റെ കീ ആണ്. കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനർത്ഥം അവരിവിടുന്ന് പോയിട്ടില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ സെൽക്കി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ പോയി നമുക്ക് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ എടുക്കാനായി നേരെ അവർ ലാബിലേക്ക് പോയി. അവിടെ എത്തിപ്പെടുത്ത ഫിലിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരും കൂടി ചെറിയൊരു മീറ്റിംഗ് നടത്തി എങ്ങനെ സെൽക്കിയെ രക്ഷപ്പെടുത്താമെന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇതേ സമയം സെൽക്കി ഇവിടെ കടൽക്കരയിൽ ഒരു കൂടുണ്ടാക്കി അതിനകത്ത് അടച്ചു വെച്ചേക്കുവാണ്. പക്ഷേ ബോട്ടിന്റെ കീ കാണാത്തത് കൊണ്ട് 3 പേരും അത് അവിടെയെല്ലാം അന്വേഷിക്കുവാണ്. പെട്ടെന്നാണ് അർബി കീയും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ കീ എങ്ങനെ ഇതിന്റെ കയ്യിൽ കിട്ടിയെന്നും പറഞ്ഞ് അവർ അർബിയെ പിടിക്കാനായി നോക്കിയതും അർബി അവിടുന്ന് കാട്ടിലേക്ക് പറന്നുപോയി. നീ എവിടെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പിടിക്കുമെന്നും പറഞ്ഞ് 3 പേരും പിന്നാലെ കാട്ടിലേക്ക് ഓടി. എന്നാൽ കാടിന് നടുക്കെത്തിയതും അർബിയും അർബിയുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്ന് അവരുടെ 3 പേരുടെ ദേഹത്തേക്ക് കാഷ്ടിച്ചു. ഇതേ സമയം നായകരുടെ ടീം കുറെ മൃഗങ്ങളെ അവിടെ അടച്ചു വെച്ചിരുന്നില്ലേ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടെയെല്ലാം തേടിയിട്ടും സെൽക്കി അവിടെ ഉണ്ടായിരുന്നില്ല. സെൽക്കി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകും, എത്രയും പെട്ടെന്ന് പോയി നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നായകൻ പറഞ്ഞതും നായിക അവനോട് പറഞ്ഞു, സെൽക്കി മാത്രമല്ല ഇവരും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് അവൾ ലാബിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വലിയൊരു വാൾ ഉപയോഗിച്ച് ആ കൂട് കെട്ടിയിട്ടിരുന്ന കയറെല്ലാം കട്ട് ചെയ്ത് എല്ലാ മൃഗങ്ങളെയും രക്ഷപ്പെടുത്തി. ഇതേ സമയം ആർബി ആ കീ കൊണ്ടുവന്ന് ചെളിക്കുഴിയുടെ നടുക്കിട്ടു. അവിടെ ഒരു വലിയ കുഴിയാണെന്നറിയാതെ ആ കീ എടുക്കാൻ വന്ന ക്യാപ്റ്റന്റെ 2 മക്കളും കാല് തെറ്റി നേരെ ചെളിക്കുഴിയിൽ വീണു. ഇതേ സമയം നായകനും നായികയും നേരെ കടൽക്കരയിലെത്തി സെൽക്കി കണ്ടുപിടിച്ചു. എന്നാൽ സൂര്യപ്രകാശം ഒരുപാട് അവന്റെ ബോഡിയിൽ കൊണ്ടതുകൊണ്ട് അവന്റെ സ്കിന്നെല്ലാം ഫുള്ള് ഡ്രൈ ആയി. അതുകൊണ്ട് തന്നെ നായകനും നായികയും കൂടി ഒരു കയറ് കെട്ടിവലിച്ച് സെൽക്കിയെ നേരെ കടലിലേക്ക് കൊണ്ടിറക്കി. വെള്ളം ദേഹത്ത് പറ്റിയതും സെൽക്കി പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ പോലെയായി. എന്നിട്ട് അവര് നേരെ കാട്ടിലേക്ക് പോയി. നായിക അവനോട് പറഞ്ഞു, ആ റിസോർട്ടിന്റെ പണി തുടങ്ങാനായി നാളെ അവർ ഇങ്ങോട്ടേക്ക് എത്തും. അതിനു മുമ്പ് അപൂർവമായ എന്തെങ്കിലും ഒരു സ്പീഷീസിനെ നമുക്ക് കണ്ടുപിടിക്കണം. എന്നാൽ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാപ്റ്റൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നായകൻ അവന്റെ വീഡിയോ ക്യാമറ ഓപ്പണാക്കി ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ 2 പേരും കൂടി ഒരു പുതിയ സ്പീഷീസിനെ കണ്ടുപിടിച്ചില്ലേ, ആ സമയത്ത് നായകന്റെ ക്യാമറ റെക്കോർഡിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ വീഡിയോ അതിലുണ്ടായിരുന്നു. ഇത് കണ്ടത് നായികയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ഒരു സ്പീഷീസിനെ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം, അത് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൾ അവനെ വിളിച്ചുകൊണ്ടൊരു വലിയ മലയുടെ മുകളിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഈ മലയിലേക്ക് പോകരുതെന്നാണ് ജാക്ക് ഇവളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ 2 പേരും ആ മലയിലൂടെ വലിഞ്ഞു കയറി ഒരു ചെറിയ ഗുഹയിലെത്തി. അപ്പോഴാണ് അവിടെ ഒരു പാറയുടെ ഇടയിൽ നിന്നും പച്ച കളറിലുള്ള ഒരു സ്പീഷീസ് പുറത്തേക്ക് വരുന്നത്. അത് കണ്ടതും നായകൻ അതിന്റെ വീഡിയോ എടുത്തു. പെട്ടെന്നാണ് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയ പാറകൾ വന്ന് വീഴുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ മുകളിലേക്ക് നോക്കിയപ്പോഴാ ക്യാപ്റ്റനാണ് ആ പാറകൾ പറക്കി അവരുടെ ദേഹത്തേക്ക് എറിയുന്നത്. അത് കണ്ട് 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ടോടാൻ നോക്കി. എന്നാൽ അവരിപ്പോൾ ഉള്ളത് മലയുടെ സൈഡിലുള്ള ചെറിയ ഗുഹയിലായതുകൊണ്ട് വന്ന വഴി അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇത് കണ്ട ക്യാപ്റ്റൻ മുകളിൽ നിന്നുകൊണ്ട് വലിയ മരക്കമ്പുകളിൽ തീ കത്തിച്ച് താഴേക്കിട്ടു. അതോടെ എന്ത് ചെയ്യണമെന്നറിയത് 2 പേരും ആകെ പേടിച്ചു നിൽക്കുവാണ്. ഇത് കണ്ട ക്യാപ്റ്റൻ വലിയ 2 പാറയെടുത്ത് അവരുടെ തലയിലിടാനായിട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് ജാക്ക് അങ്ങോട്ടേക്ക് വന്ന് ക്യാപ്റ്റനെ അടിച്ച് താഴെ ഇടുന്നത്. എന്നിട്ട് ജാക്ക് നേരെ പോയി നായികയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മലയിലേക്ക് വരരുതെന്ന്, എത്ര പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലേ. അത് കേട്ടത് നായിക പറഞ്ഞു, എന്നാലും ഞാൻ ഈ മലയിൽ ഉണ്ടാകുമെന്ന് കറക്റ്റായി അച്ഛൻ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോ നിന്നെ എവിടെയും കണ്ടില്ല. വീട്ടിനുള്ളിലെ സാധനങ്ങളൊക്കെ ആകെ തകർന്നു കിടക്കുന്നു. ഞാൻ എവിടെ പോകരുതെന്ന് പറഞ്ഞു അവിടെ നീ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് നായകൻ അവന്റെ ക്യാമറയിൽ എടുത്ത എല്ലാ വീഡിയോസും ജാക്കിന് കാണിച്ചു കൊടുത്തു. മതി, ഈ വീഡിയോസ് മതി, ഇത് വെച്ച് എനിക്ക് അവരുടെ പ്രോജക്റ്റ് നിർത്താൻ പറ്റും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. നായകൻ വന്ന ആ ബോട്ട് ശരിയാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ആ ബോട്ടിൽ കയറി തിരിച്ചുപോയി. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം നായകനൊരു മെയിൽ വന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് നായികയുടെ മെയിലായിരുന്നു. കഴിഞ്ഞ വർഷം നീ എന്റെ ദ്വീപിലേക്ക് അതിക്രമിച്ച് കയറി, എന്നാൽ ഇത്തവണ എന്റെ ഐലൻഡിലേക്ക് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.